ഫോണിലാണല്ലോ. ഞാൻ നിങ്ങളുടെ കാര്യം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെന്തോ എൻ്റെ കാര്യമോ? അല്ല, നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ പുതുക്കടം മണക്കെ നാട്ടുകാരുടെ കാര്യമായി. അതെന്തോ? നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി നടക്കുമല്ലോ. അതൊന്നും പറയണ്ട. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ഉണ്ട്, അന്ന് ഇലക്ഷന് ജയിച്ചു പോയതാണ്. പിന്നെ ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. മണക്കയത്തിനോ ചിറ്റാറിനോ ആണ് യാത്രയെങ്കിൽ വടശ്ശേരിക്കര വഴി പിടിക്കുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാണ് ആരോഗ്യം മോശമാക്കുന്നത്? ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തന്തയ്ക്കല്ല കുടുംബക്കാരെ മൊത്തം തെറി വിളിക്കും. അതുപോലാണ് ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുക. പിന്നെ MLA തിരിഞ്ഞു നോക്കുന്നില്ല, ജില്ലാ പഞ്ചായത്തിൻ്റെയാന്ന് പറയുന്നത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇത് ഒരുത്തരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. പരാതി പറഞ്ഞു മടുത്തു. സമരങ്ങളും നിരവധി ചെയ്തു, ഗതി പിടിച്ചില്ല. ഒടുവിൽ MP, MLA, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് കാർഡടിച്ച് പ്രചരിപ്പിച്ചു. വിമർശനമല്ല ഉള്ളടക്കം. മൂവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ് റോഡ് സംരക്ഷണ സമിതി. അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല. അവർ പിന്നെ ഓരോ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ തണുപ്പിച്ച് വിടാൻ വേണ്ടി 1 കോടി രൂപയ്ക്ക് 1 കിലോമീറ്റർ അനുവദിച്ചിട്ടുണ്ട്, ഉടനെ നടപ്പിലാകുമെന്ന് ഇങ്ങനെ പറയുകയല്ലാതെ ഇതുവരെയും ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തുന്ന റോഡ് മഴക്കാലത്ത് കുളമാകും. വേനൽ കനത്താൽ പൊടി വിളമ്പും. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ വിരോധിക്കാൻ പോയി, ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പോയി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയോട് സംസാരിച്ചു. ഇവരോട് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം സെക്രട്ടറി കൈമലത്തുക. നവീകരണത്തിന് കോടികൾ വേണമെന്നതിനാൽ ജില്ലാ പഞ്ചായത്ത് ആ ഉത്തരവാദിത്വം നിയമസഭാ അംഗങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. റാന്നി മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന പാത നവീകരണത്തിന് 4.5 കോടിയുടെ പദ്ധതിയുണ്ടെന്ന് പ്രമോദ് നാരായണൻ MLA പറഞ്ഞു. സാങ്കേതിക അനുമതി കിട്ടിയാലുടൻ ടെൻഡർ വിളിക്കും. അതേസമയം കോന്നി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്തെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.